ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ജീവനത്തിന് അവകാശമുണ്ട്. ഈ സത്യം തിരിച്ചറിഞ്ഞ് പറവകൾക്ക് ഭക്ഷണവും വെള്ളവും പകർന്നു നൽകുകയാണ് കായംകുളത്തെ ഒരു സംഘം യുവാക്കൾ. SYS കായംകുളം സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പക്ഷികൾക്ക് വേനൽ ചൂടിൽ ദാഹജലവും ഭക്ഷണവും ഒരുക്കിയത്. വേനൽ കടുത്തതോടെ പറവകൾക്ക് ഭക്ഷണവും വെള്ളവും പകർന്നു നൽകുകയാണ് കായംകുളത്തെ ഒരു സംഘം യുവാക്കൾ. SYS കായംകുളം സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പക്ഷികൾക്ക് വേനൽ ചൂടിൽ ആശ്വാസം പകർന്ന് ദാഹജലവും ഭക്ഷണവും ഒരുക്കുന്നത്. കായംകുളം മിനി സിവിൽ സ്റ്റേഷനിലാണ് പറവകൾക്ക് തണ്ണീർക്കുടം ഒരുക്കി സ്നേഹത്തിന്റെയും കരുതലിന്റെയും മാതൃക സൃഷ്ടിക്കുന്നത്. ജലമാണ് ജീവൻ ക്യാമ്പയിന്റെ ഭാഗമായി പൊതുസ്ഥലങ്ങളിലും മുഴുവൻ പ്രവർത്തകരുടെയും വീടുകളിലും പക്ഷികൾക്കും മൃഗങ്ങൾക്കും തണ്ണീർക്കുടം ഒരുക്കുന്നതിന്റെ സോൺതല പരിപാടികളുടെ ഭാഗമായാണ് കായംകുളത്തും മാതൃകാ പ്രവർത്തനം നടത്തിയത്. കയറിൽ മരത്തിന്റെ ശിഖരത്തിൽ തൂക്കിയ മൺചട്ടിയിൽ കുടിവെള്ളം നിറച്ചും മറ്റൊന്നിൽ തിനയും സൂര്യകാന്തി വിത്തും നിറച്ചുമാണ് പക്ഷികൾക്ക് ഭക്ഷണവും വെള്ളവും. ഇതിന്റെ ഉദ്ഘാടനം കായംകുളം മിനി സിവിൽ സ്റ്റേഷനിൽ കാർത്തികപ്പള്ളി തഹസിൽദാർ സജീവ് കുമാർ PA നിർവഹിച്ചു. സഹജീവികളോടുള്ള സ്നേഹവും കരുതലും ഒരുപക്ഷെ ലോകത്ത് മനുഷ്യരിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് തന്നെ അതിരപ്പള്ളിയിൽ ഒരു ആന, മസ്തകത്തിന് പരിക്കേറ്റ ഒരു ആനയെ എത്രയോ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് അതിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു നല്ല ദിവസം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം, നല്ലൊരു ദിവസത്തിൽ നമ്മുടെ കായംകുളം സോണിലെ SYSന്റെ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ചേർന്ന് പക്ഷികൾക്കുൾപ്പെടെ കുടിവെള്ളം നൽകുന്ന ഒരു പദ്ധതി ഏറ്റവും മഹത്തരമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഈ കാലഘട്ടങ്ങൾ ഈ ഒരു വർഷം പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം വളരെയേറെ ചൂട് കൂടുന്ന ഒരു സന്ദർഭമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് ഔദ്യോഗികമായി അത് സംബന്ധിച്ച് അറിയിപ്പുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ദാഹത്തിന് വെള്ളം കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത്തരം സാഹചര്യത്തിൽ നമ്മുടെ ഈ സിവിൽ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ അങ്ങനെ കുടിവെള്ളം സജ്ജീകരിക്കുവാനും പക്ഷികൾക്കുൾപ്പെടെ കുടിവെള്ളം സജ്ജീകരിക്കാൻ SYSന്റെ സന്നദ്ധ പ്രവർത്തകർ കാണിച്ച ആ സൗമനസ്യത്തെ അങ്ങേയറ്റം ഞാൻ ശ്ലാഘിക്കുകയാണ്. SYS ജില്ലാ വൈസ് പ്രസിഡന്റ് അനസ് ഷാമിൽ ഇർഫാനി സന്ദേശ പ്രഭാഷണം നടത്തി. ജലമാണ് ജീവൻ എന്ന പ്രമേയത്തിൽ SYS സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ 6000-ൽ പരം യൂണിറ്റുകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതി, തണ്ണീർക്കുടം പദ്ധതിയുടെ കായംകുളം സോണിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ബഹുമാന്യനായ തഹസിൽദാർ സജീവ് കുമാർ സാർ നിർവഹിച്ചിരിക്കുന്നത്. സാർ പറഞ്ഞതുപോലെ ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജലസംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാലമാണ് നമ്മുടെ ഈ വേനൽ അതികഠിനമായിക്കൊണ്ടിരിക്കുന്ന ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള പറവകളും മൃഗങ്ങളുമൊക്കെ വെള്ളം കിട്ടാതെ ദാഹിച്ച് പരവശരാകുന്ന ഒരു സ്ഥിതിവിശേഷം നാം കണ്ടുവരുന്നു. അതിൽ നിന്ന് നമ്മുടെ ചുറ്റുമുള്ള സഹജീവികൾക്ക്, നമുക്ക് ചുറ്റുമുള്ള ചരാചരങ്ങളോടുള്ള കരുതൽ, അത് മാനുഷികമായും ഒരു മതദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ മതപരമായുമുള്ള ഒരു ബാധ്യതയായി SYS കണക്കിലെടുക്കുകയും അത് നിർവഹിക്കുകയാണ് ഈ മഹത്തായ പദ്ധതിയിലൂടെ. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മുഴുവൻ പ്രവർത്തകരുടെയും വീടുകളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ പറവകൾക്ക് വെള്ളം കുടിക്കുവാനുള്ള, മറ്റ് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുവാനുള്ള സൗകര്യങ്ങൾ ഈ പദ്ധതിയിലൂടെ SYS ചെയ്യുകയാണ്. നുജുമുദ്ദീൻ അംജാദി, അനസ് അജ്വ, നസീർ എരുവ, അനീസ്, അബ്ദുൾ ലത്തീഫ്, അബ്ദുൾ സമദ് എന്നിവർ സംസാരിച്ചു. സോൺ ജനറൽ സെക്രട്ടറി അനസില്ലിക്കുളം സ്വാഗതവും സാമൂഹികം സെക്രട്ടറി ഷമീർ പടനിലം നന്ദിയും പറഞ്ഞു. വരും ദിവസങ്ങളിൽ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ പറവകൾക്ക് ഭക്ഷണവും വെള്ളവും ഒരുക്കുമെന്ന് പ്രവർത്തകർ പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.